ഹലോ ഹായ് നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ. ആദ്യമായിട്ടാണ് ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. അതുപോലെ നിർബന്ധമായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഗ്ലോബൽ മാർക്കറ്റ് ഡാറ്റ നോക്കിക്കൊണ്ട് നമുക്ക് തുടങ്ങാം. ഇന്ന് 2023 ഓഗസ്റ്റ് 18 വെള്ളിയാഴ്ച ഒരു വാരാന്ത്യമാണ്. സെൻസെക്സിൻ്റെ എക്സ്പയറി ദിവസം കൂടിയായിരുന്നു. നോക്കാം ഗ്ലോബൽ മാർക്കറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. US മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി റെഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റും ഒട്ടും മോശമല്ല, 1% കൂടുതൽ റെഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ US-ഉം യൂറോപ്യൻ മാർക്കറ്റും ബെയറിഷ് മോഡിലേക്ക് മാറിയിട്ടുണ്ട്. ഏഷ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി 30 പോയിന്റ് റെഡിലാണ്, 19,299 ട്രേഡിംഗ് നടക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റിലുള്ള എല്ലാ ഇൻഡെക്സുകളും ഇപ്പോൾ ബെയറിഷ് മോഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ക്രൂഡ് ഓയിൽ ഇന്നലെ 80.63 ഉണ്ടായത് കുറഞ്ഞ് 80.6 ആയിട്ട് മാറിയിട്ടുണ്ട്. ഗോൾഡ് റേറ്റ് നോക്കുകയാണെങ്കിൽ ഇന്നലെ 1896.27 ഉണ്ടായത് കുറഞ്ഞിട്ട് 1896.06 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇനി USD INR റേറ്റ് നോക്കുകയാണെങ്കിൽ ഒരു $1 83 രൂപ 10 പൈസയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇന്നലെ അത് 83 രൂപ 14 പൈസയായിരുന്നു, ഇന്ന് 83 രൂപ 10 പൈസയായി മാറിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ആസ്റ്റർ DM, അദാനി എന്റർപ്രൈസസ്, അദാനി പോർട്സ്, AU ബാങ്ക്, ഏഷ്യൻ മോട്ടോഴ്സ്, ഭാരത് ഫോർജ്, MRF, ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ്, മാരുതി, ബാങ്ക് ഓഫ് ബറോഡ, ബ്രിട്ടാനിയ, ആക്സിസ് ബാങ്ക്, ഇത്രയും സ്റ്റോക്കുകൾ ഇന്ന് ലാഭമുണ്ടാക്കി. അപ്പോൾ ഈ ലാഭം ഉണ്ടാക്കിയാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ആസ്റ്റർ DM ഇന്ന് 5% ലാഭമാണ് ഉണ്ടാക്കിയത്. അതുപോലെ അദാനി എന്റർപ്രൈസസ് 3.68% പ്രോഫിറ്റാണ് ഉണ്ടാക്കിയത്. അതേസമയത്ത് ആസ്ട്രൽ, കോൾ ഇന്ത്യ, ഹീറോ മോട്ടോർ കോർപ്പറേഷൻ, ടെക് മഹീന്ദ്ര, വോൾട്ടാസ്, TCS, HDFC AMC, ഹിൻഡാൽകോ, IEX, ONGC, ഇൻഫി, ഇത്രയും സ്റ്റോക്കുകൾ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ ഹയസ്റ്റ് ലോസ് എന്ന് പറഞ്ഞാൽ ആസ്ട്രലാണ് 2.8%. മറ്റുള്ളതെല്ലാം തന്നെ അതിലും കുറവാണ് നഷ്ടം ഉണ്ടാക്കിയിരിക്കുന്നത്. അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നോക്കുകയാണെങ്കിൽ 780 സ്റ്റോക്കുകൾ ഇന്ന് NSEയിൽ ലാഭം ഉണ്ടാക്കിയപ്പോൾ 1257 സ്റ്റോക്കുകൾ നഷ്ടമാണ് ഉണ്ടാക്കിയത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ന് 12,302 കോടിയുടെ ബൈയിങ്ങും 12,569 കോടിയുടെ സെല്ലിങ്ങും നടത്തിയപ്പോൾ 266 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് മാർക്കറ്റിൽ അനുഭവപ്പെട്ടത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 6,501 കോടിയുടെ ബൈയിങ്ങും 6,161 കോടിയുടെ സെല്ലിങ്ങും നടത്തിയപ്പോൾ 339 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് മാർക്കറ്റിൽ അനുഭവപ്പെട്ടത്. ഓൾ ടുഗദർ നോക്കുകയാണെങ്കിൽ 72 കോടി രൂപ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് നിക്ഷേപമായിട്ട് എത്തിയതായിട്ടാണ് നമുക്ക് ഡാറ്റകൾ കാണിച്ചു തരുന്നത്. ഈ ഒരു 5 ദിവസത്തെ ഡാറ്റ നോക്കുകയാണെങ്കിൽ 9-ാം തീയതി 1034 കോടി വന്നിട്ടുണ്ട്, പക്ഷേ 10-ാം തീയതി 2500 കോടി പോയി. 11-ാം തീയതി വീണ്ടും 860 കോടി പോയി. പക്ഷേ 14-ാം തീയതി 3100 കോടി മാർക്കറ്റിലേക്ക് വന്നു. അതിൻ്റെ 16-ാം തീയതി ഇന്നലെ 1824 കോടി പുറത്തോട്ട് പോയി. അങ്ങനെ വന്നും പോയും ഒരു സമ്മിശ്ര പ്രതികരണമാണ് ഉള്ളത്. പുട്ട് കോൾ റേഷ്യോ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ ഇന്നലെ 0.88 ഉണ്ടായിരുന്നത് വർദ്ധിച്ചിട്ടുണ്ട്, ഇന്ന് 1 ആയി മാറിയിട്ടുണ്ട്. മാർക്കറ്റ് ബുള്ളിഷ് എന്നൊരു മോഡിലേക്ക് എത്തിയിട്ടുണ്ട്. സ്പോട്ട് 19,310 ഇപ്പോൾ ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് 6 പോയിന്റ് മുകളിലായിട്ട് 19,316 ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ 0.72 ഉണ്ടായിരുന്നത് ഇന്ന് 0.80 ആയി വർദ്ധിച്ചിട്ടുണ്ട്. 43,851 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് 84 പോയിന്റ് മുകളിലായിട്ട് 43,935 ഫ്യൂച്ചർ ട്രേഡിംഗ് നടക്കുന്നത്. ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഇപ്പോൾ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത് 19,400 ഇവിടെ കോള് 1,34,00,000 കോളാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ താഴോട്ട് വരികയാണെങ്കിൽ ഹയസ്റ്റ് കാണിക്കുന്നത് ഇപ്പോൾ മാർക്കറ്റിലുള്ള 19,300 അവിടെ പുട്ട് റൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1,03,00,000 പുട്ട് റൈറ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും 19,300-ൻ്റെയും 400-ൻ്റെ ഇടയിൽ മാർക്കറ്റ് നിൽക്കാനാണ് സാധ്യത. അഥവാ ഇനി 19,400 കടന്ന് മുകളിലോട്ട് പോയാലും 19,500-ലും കുഴപ്പമില്ലാതെ 1 കോടിയിലധികം കോള് റൈറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് തിരിച്ചിറങ്ങി വരും എന്ന് പറയാം. താഴോട്ട് പോകുകയാണെങ്കിൽ വലിയ തടസ്സങ്ങളില്ല. ഇവിടെ 19,200-ൽ 82 ലക്ഷമാണ് പുട്ട് റൈറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അത് കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് 19,400-ൽ കോളാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. 5 കോടി കോൾസും 4.6 കോടി പുട്ടുമാണ് ഇതുവരെയും റൈറ്റ് ചെയ്തിട്ടുള്ളതായിട്ട് കാണുന്നത്. പുട്ട് കോൾ റേഷ്യോ 0.9 ആണ്. 19,310 ഇപ്പോൾ സ്പോട്ട് ട്രേഡിംഗ് നടക്കുന്നത്.
ബാങ്ക് നിഫ്റ്റിയുടെ പുട്ട് കോൾ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും അത് 44,000 തന്നെ തുടരുകയാണ്. മാർക്കറ്റിനെ ഒരു വിധത്തിലും മുകളിലോട്ട് പോകാൻ അനുവദിക്കില്ല എന്ന രീതിയിലാണ് ഇവിടെ കോള് റൈറ്റ് ചെയ്തിരിക്കുന്നത്. കോള് ഏകദേശം 38 ലക്ഷമാണ് കോള് റൈറ്റ് ചെയ്തിട്ടുള്ളത് 44,000. മൊത്തം 1,47,00,000 കോളും 1,23,00,000 പുട്ടുമാണ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. പുട്ട് കോൾ റേഷ്യോ അത് പ്രകാരമാണെങ്കിൽ 0.8 ആണ് വരുന്നത്. 43,851 ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. നിഫ്റ്റിയുടെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ളത് ഹയസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന 2 എണ്ണം ഉണ്ട്. 19,700 19,600 ഓൾമോസ്റ്റ് സെയിം ആണ് കിടക്കുന്നത്. പുട്ട് കോൾ റൈറ്റ് ചെയ്ത് 27 ലക്ഷവും ഒരു സ്ഥലത്ത് 26.97, മറ്റെടുത്ത് 27 ലക്ഷം. എന്തായാലും 27 ലക്ഷം കോളാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. 19,600 അതേപോലെ ഇപ്പോൾ ഉള്ള 19,500 നല്ല രീതിയിൽ കോൾ റൈറ്റിംഗ് നടന്നിട്ടുണ്ട്. ഇനി ടോട്ടൽ നോക്കുകയാണെങ്കിൽ 1,29,00,000 കോളും 82 ലക്ഷം പുട്ടുമാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. പുട്ട് കോൾ റേഷ്യോ 0.6 ആണ് വരുന്നത്. 19,481 ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. സെക്ടറൽ ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി FMCG, നിഫ്റ്റി എനർജി, മീഡിയ, മെറ്റൽ, PSU ബാങ്ക് ഇത്രയും സെക്ടറുകൾ ഇന്ന് ഗ്രീനിലാണ് അവസാനിച്ചിരിക്കുന്നത്. മറ്റെല്ലാം തന്നെ ഇന്ന് നെഗറ്റീവിൽ റെഡിലാണ് അവസാനിച്ചിട്ടുള്ളത്. പ്രധാനപ്പെട്ട കമ്പനികൾ നാളെ റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കുകയാണെങ്കിൽ നാളെ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് തിങ്കളാഴ്ചയാണ്. ഓൾ കാർഗോ ടെർമിനൽസ്, മൊഹൈത്ത് ഇൻഡസ്ട്രീസ്, ഇൻസിൽക്കോ ലിമിറ്റഡ്, സൊണാലിസ് കൺസ്യൂമർ പ്രൊഡക്ട്സ്, രഞ്ജിത്ത് സെക്യൂരിറ്റീസ് ഇത്രയും കമ്പനി ഇതെല്ലാം തന്നെ പെന്നി സ്റ്റോക്കുകൾ, അതായത് 30 രൂപയിലൊക്കെ താഴെ പ്രൈസുള്ള സ്റ്റോക്കുകളാണ് ഈ പറഞ്ഞതെല്ലാം തന്നെ. എന്തായാലും ഇവിടെയൊക്കെയാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട കമ്പനികളുടെയൊക്കെ ക്വാർട്ടർലി റിസൾട്ട് ഓൾമോസ്റ്റ് കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇനി അടുത്ത വെള്ളിയാഴ്ച ഓഗസ്റ്റ് 25 റിസൾട്ട് വരുന്ന കമ്പനികൾ നോക്കുകയാണെങ്കിൽ ABB ഇന്ത്യ, റിസൾട്ട് അല്ല ഞാൻ ഉദ്ദേശിച്ചത്, കോർപ്പറേറ്റ് ആക്ഷൻസ് ആണ്. ABB ഇന്ത്യ 5 രൂപ 50 പൈസ, CE ഇൻഫോ 3 രൂപ പെർ ഷെയർ, സെൻട്രൽ ഡിപ്പോസിറ്റ് അതായത് CDSL 16 രൂപ പെർ ഷെയർ, ദീപക് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെട്രോകെമിക്കൽ കോർപ്പറേഷൻ 10 രൂപ പെർ ഷെയർ, എക്കോപ്ലാസ്റ്റ് 1 രൂപ 50 പൈസ, എഞ്ചിനീയേഴ്സ് ഇന്ത്യ 1 രൂപ, GIC ഹൗസിംഗ് ഫിനാൻസ് 4 രൂപ 50 പൈസ, ഗുജറാത്ത് അംബുജ എക്സ്പോർട്സ് 70 പൈസ, ഗുജറാത്ത് ഹോട്ടൽസ് 2 രൂപ, ഗൾഫ് ഓയിൽ ലൂബ്രിക്കൻസ് ഇന്ത്യ ലിമിറ്റഡ് 25 രൂപ പെർ ഷെയർ, ഹസൂർ മൾട്ടി പ്രൊജക്ട്സ് 3 രൂപ പെർ ഷെയർ, ഇന്റർനാഷണൽ ട്രാവൽ ഹൗസ് ലിമിറ്റഡ് 3 രൂപ 50 പൈസ, KRBL ലിമിറ്റഡ് 1 രൂപ, മുഞ്ചാൽ ഓട്ടോ ഇൻഡസ്ട്രീസ് 2 രൂപ, NCC ലിമിറ്റഡ് 2 രൂപ 20 പൈസ, NDL വെഞ്ചേഴ്സ് 2 രൂപ, നിയോജൻ കെമിക്കൽസ് 3 രൂപ, നിക്കോ പാർക്സ് ആൻഡ് റിസോർട്ട്സ് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല, എമൗണ്ട് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. നിക്കോ പാർക്സിൻ്റെ സ്പെഷ്യൽ ഡിവിഡൻഡ് 50 പൈസ പെർ ഷെയർ, ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് 5 രൂപ 50 പൈസ, സൽസർ ഇലക്ട്രോണിക്സ് 2 രൂപ 20 പൈസ, സീമെക് ലിമിറ്റഡ് 1 രൂപ, ശ്രീ ദിനേശ് മിൽസ് 10 രൂപ, സുദർശൻ ഫാർമ ഇൻഡസ്ട്രീസ് 30 പൈസ, സൂര്യ റോഷ്നി ലിമിറ്റഡ് 4 രൂപ പെർ ഷെയർ, സുയോഗ് ടെലിമാറ്റിക്സ് 50 പൈസ പെർ ഷെയർ, യുണൈറ്റഡ് ഡ്രില്ലിംഗ് ടൂൾസ് 60 പൈസ പെർ ഷെയർ. യുണൈറ്റഡ് ഡ്രില്ലിംഗ്സിൻ്റെ അഡീഷണൽ ഫൈനൽ ഡിവിഡൻറ്റും ഇൻ്ററിം ഡിവിഡൻറ്റും 2 ഉണ്ട്. അങ്ങനെ മൊത്തം 60 1 രൂപ 20 പൈസയാണ് അവർ കൊടുക്കുന്നത്. VST ടില്ലേഴ്സ് ലിമിറ്റഡ് ഇവിടെ 25 രൂപ പെർ ഷെയർ. ഇത്രയും കോർപ്പറേറ്റ് ആക്ഷൻസ് ആണ് അടുത്ത വെള്ളിയാഴ്ച വരാനുള്ളത്. നാളത്തേക്ക് മീൻസ് തിങ്കളാഴ്ചത്തേക്കുള്ള ഗ്ലോബൽ ഈവൻറ്റ്സ് ഒന്നും തന്നെ അപ്ഡേറ്റ് ആയിട്ടില്ല. കാരണം 2 ദിവസം അതിനിടയിൽ അപ്ഡേറ്റ് ആവാൻ കിടക്കുന്നുണ്ട്. സോ ഇന്ന് നമുക്ക് ഈവൻറ്റുകളൊന്നും തന്നെ വായിക്കാൻ ഇല്ല. പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് 64 പോയിന്റ് ഗ്യാപ് ഡൗണിലാണ് ഓപ്പൺ ആയത്. 120 പോയിന്റിന് അഥവാ 0.62% ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് ഇന്ന് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 19,301 നിന്നും ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ക്ലോസിംഗ് 8 പോയിന്റ് ലാഭത്തിൽ 19,310 മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. ദെൻ സെൻസെക്സ് ഇന്ന് 125 പോയിന്റ് ഗ്യാപ് ഡൗണിലാണ് ഓപ്പൺ ആയത്. 421 പോയിന്റിന് അഥവാ 0.65% ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 65,025 നിന്ന് 77 പോയിന്റ് നഷ്ടത്തിൽ 64,948, അതായത് 65,000 എന്ന ഒരു ഹിസ്റ്ററിക്കൽ വാല്യൂവിനെ പൊട്ടിച്ച് താഴെ ഇറങ്ങിയിട്ടുണ്ട് സെൻസെക്സ്. ഇന്ത്യ വിക്സ് നോക്കുകയാണെങ്കിൽ ഇന്ന് 0.82% റെഡ്യൂസ് ആയിട്ടാണുള്ളത്. ഇന്ത്യ വിക്സ് കുറഞ്ഞുകൊണ്ട് 12.14 ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ഇന്ന് 167 പോയിന്റ് ഗ്യാപ് ഡൗണിലാണ് ഓപ്പൺ ആയത്. ഇൻട്രാഡേയിൽ 285 പോയിന്റ് അഥവാ 0.65% മൂവ്മെൻ്റ് ആണ് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 43,724 നിന്ന് 126 പോയിന്റ് ലാഭത്തിൽ 43,851 ഇന്ന് അവസാനിച്ചിരിക്കുന്നത്.
നിഫ്റ്റി ഇന്ന് 86 പോയിന്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പണായി 92 പോയിന്റിന്റെ ഇൻട്രാഡേ മൂവ്മെന്റ് അഥവാ 0.47% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 19,461 നിന്ന് 20 പോയിന്റ് മാത്രം മുകളിലായിട്ട് 19,481 മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. ലെവൽസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് മോർണിംഗ് സെഷനിൽ ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ് തന്നത്. രാവിലെ മാർക്കറ്റ് ഓപ്പൺ ആയത് തന്നെ S2 ലെവലിൽ ഓപ്പൺ ആയിട്ട് യെസ്റ്റർഡേ ഹലോ ഒന്ന് ടെസ്റ്റ് ചെയ്തു, തിരിച്ച് താഴോട്ട് ഇറങ്ങി. എന്നാൽ അത് അക്കരെ എത്തിയില്ല എന്ന രീതിയിൽ കുറേ നേരം പോയി. പിന്നെ എന്താ പറയുക, യൂറോപ്യൻ മാർക്കറ്റ് ഓപ്പൺ ആവുന്ന ആ ഒരു സമയത്താണ് ചെറിയൊരു അപ്പ് മൂവ്മെൻറ്റ് കിട്ടിയത്. ഏകദേശം ഒരു 100 പോയിൻറ്റോളം 263 370 ലെവലിലേക്ക് 110 പോയിന്റിൻ്റെ ഒരു വൺ സൈഡ് മൂവ്മെൻറ്റ് കിട്ടി. അത് നല്ല രീതിയിൽ കാശാക്കി മാറ്റാൻ പറ്റി. അതേപോലെ പിന്നീട് താഴോട്ട് അതേ രീതിയിൽ ഇറങ്ങി വരികയും ചെയ്തു. അപ്പോൾ അത് രണ്ടും മാത്രമാണ് പ്രോപ്പർലി യൂസ് ചെയ്യാൻ സാധിച്ചത്. ബാക്കിയൊക്കെ ഇന്നത്തെ മൂവ്മെൻറ്റ് വേസ്റ്റ് ആയിരുന്നു. കാരണം ഏത് രീതിയിലും ട്രേഡ് കിട്ടാത്ത ഒരു പ്രശ്നം തന്നെയായിരുന്നു രാവിലെ മുതൽ ഉണ്ടായിരുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് ഒരുപാട് ഫേക്ക് മൂവ്മെൻറ്റ്സ് കിട്ടി, അല്ലെങ്കിൽ ഫേക്ക് സിഗ്നൽസ് കിട്ടിയ ഒരു ദിവസമായിരുന്നു. കാരണം മോർണിംഗിലുള്ള ഈ ഒരു 3 ക്യാൻഡിൽസ് വളരെ പവർഫുൾ ആയിട്ടുള്ള ക്യാൻഡിൽസ് വന്നപ്പോൾ എല്ലാവരും കരുതി ഇന്ന് നല്ലൊരു അപ്പ് മൂവ്മെൻറ്റ് കിട്ടുമെന്നാണ്. പക്ഷേ മൂന്നാമത്തെ ക്യാൻഡിലിൻ്റെ ഹൈ കട്ട് ചെയ്യാതെ തന്നെ മാർക്കറ്റ് അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങി. CPR ഒക്കെ വളരെ മനോഹരമായിട്ട് ഇന്ന് ക്രോസ് ചെയ്തിരുന്നു ബാങ്ക് നിഫ്റ്റി. പക്ഷേ ആ മൂന്നാമത്തെ ക്യാൻഡിലിൻ്റെ 3 സോൾജിയേഴ്സിൻ്റെ മൂന്നാമത്തെ ക്യാൻഡിലിൻ്റെ ഹൈ കട്ട് ചെയ്യാതെ തിരിച്ച് താഴോട്ട് തന്നെ ഇറങ്ങി വന്നു. അതായത് നമ്മുടെ നോ ട്രേഡ് സോണിൽ കുടുങ്ങിപ്പോയി. അവിടെ നിന്ന് ഫർദർ അതൊരു S1 ലെവലിലേക്ക് ഇറങ്ങാൻ നോക്കി, പക്ഷെ അതും നടന്നില്ല. അവിടെ നിന്ന് വീണ്ടും അപ്പ് മൂവ്മെൻറ്റ് കിട്ടി. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്നത്തെ ട്രേഡിങ് ബാങ്ക് നിഫ്റ്റിയിൽ വേസ്റ്റ് ഓഫ് ടൈം ആയിരുന്നു. ഇനി നമുക്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിഫ്റ്റി കുറച്ചുകൂടെ പ്രോമിസിങ് ആയ രീതിയിൽ പോയി. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡ് എടുത്തതിന് ശേഷം ആ സാധനം എങ്ങോട്ടും പോയില്ല. എൻട്രി ആക്ടിവേഷൻ ആയി കഴിഞ്ഞാൽ നമ്മളൊരു ട്രേഡിൽ എൻ്റർ ആയി കഴിഞ്ഞാൽ ഒന്നുകിൽ അത് സ്റ്റോപ്പ് ലോസിലോട്ട് പോകണം, അല്ലെങ്കിൽ അത് അതിൻ്റെ ടാർഗറ്റിലോട്ട് പോകണം. രണ്ടും ചെയ്യാതെ രാവിലെ എടുത്ത ട്രേഡ് ഏകദേശം ഈ ഒരു ലെവലിൽ 19,500 ലെവലിൽ എടുത്തത് അതിൻ്റെ സ്റ്റോപ്പ് ലോസ്, അതായത് ഡേ ലോയിലേക്ക് പോയേയില്ല. അത് അവിടെ തന്നെ കിടന്ന് ഒരു ദിവസം മുഴുവൻ വലിപ്പിച്ചു എന്നുള്ളതാണ് സത്യം. അപ്പോൾ അത് മറ്റൊന്നും ചെയ്യാനില്ല, കാത്തിരുന്ന് അവസാനം ട്രേഡ് ഒഴിവാക്കിയിട്ട് പോകേണ്ട ഒരു അവസ്ഥ വന്നു. പിന്നെ നമുക്ക് സെൻസെക്സ് നോക്കുകയാണെങ്കിൽ സെൻസെക്സ് നിഫ്റ്റിയുടെ ഒരു ഈച്ച കോപ്പി ആയിട്ടാണ് വർക്ക് ചെയ്തതെങ്കിൽ കൂടി സെൻസെക്സ് ഇന്ന് യെസ്റ്റർഡേ ലോ പ്രോപ്പർലി ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു റിജക്ഷൻ കണ്ടപ്പോൾ താഴോട്ട് ഒരു പുട്ടിലേക്കുള്ള എൻട്രി വന്നു. പക്ഷേ പ്രതീക്ഷിച്ച പോലെ ഇന്നത്തെ ഡേ ലോ വരും എന്ന് കരുതിയിരുന്ന 44,732 64,732 അത് ടച്ച് ചെയ്തില്ല. അതിന് മുമ്പ് റിജക്ഷനായി. സോ ഒരു ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലുള്ള അവസ്ഥയിൽ അവിടെ ഒരു TSL ഹിറ്റായിട്ട് നല്ല പ്രോഫിറ്റിൽ തന്നെ എക്സിറ്റ് ആകാൻ പറ്റി. ഇവിടെ നിന്ന് 135 ഉണ്ടായിരുന്ന ഈ ഒരു മൂവ്മെൻറ്റ് വളരെ സൂപ്പറായിരുന്നു. നല്ല രീതിയിൽ അതിൽ പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ട്, എസ്പെഷ്യലി ഇന്ന് സെൻസെക്സിൻ്റെ എക്സ്പയറി ആയിരുന്നു. സോ വളരെ മനോഹരമായ രീതിയിൽ ഈ ഒരു ഭാഗം ഉപയോഗപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. ഇനി ഓവറോൾ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഞാൻ എന്തായിരുന്നു പറഞ്ഞത്, എൻ്റെ ഓർമ്മയിൽ ഇതിൻ്റെ ഈ സിഗ്നൽ പ്രകാരമാണെങ്കിൽ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇന്ന് ഈ ലൈൻ 19,330 എന്ന ഈ ഹൈ പവർ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്തിട്ട് ക്യാൻഡിൽ താഴെ വരും. അതോടുകൂടി നമുക്കൊരു ഫൈനൽ കൺഫർമേഷൻ ബുള്ളിഷ് ആണോ ബെയറിഷ് ആണോ എന്ന് കിട്ടും എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു സെഗ്മെൻറ്റിൽ. ഇവിടെ അത് വന്നിട്ടുണ്ട്. സോ നമുക്ക് അടുത്ത ലക്ഷ്യം ഇവിടെ 19,133 താഴോട്ട് പോകും. 19,104 130 ഇടയിലുള്ള ഈ സോൺ കട്ട് ചെയ്ത് പോകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇവിടുന്ന് ഒരു ബൗൺസ് ബാക്ക് ആണ് എൻ്റെ ഒരു പ്രതീക്ഷ. സോ 19,100 വരെ മാർക്കറ്റ് ഇറങ്ങി വന്നേക്കാം. ചെറിയ ഒരു വിക്കൊക്കെ ഇതേപോലെ ഇറങ്ങി പോവാം, പക്ഷേ അതിൻ്റെ ബോഡി ക്ലോസിങ് ഇതിൻ്റെ മുകളിൽ തന്നെ കിട്ടാനാണ് സാധ്യത. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്ന് ഗ്രീൻ ക്യാൻഡിലാണ്. അത് ഒരുതരം കോമഡിയാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിൽ ഗ്രീൻ ക്യാൻഡിൽ തരിക, അതും താഴെ തന്നെ യെസ്റ്റർഡേ ക്യാൻഡിലിൻ്റെ ക്ലോസിങ്ങിൻ്റെ താഴെ ക്ലോസ് ചെയ്യുക. അതായത് ഒരാൾക്കും ഒന്നും മനസ്സിലാവരുത് എന്നൊരു തീരുമാനത്തിലാണ് ഈ ഒരു ക്ലോസിങ് വന്നിരിക്കുന്നത്. മറ്റൊന്നുമില്ല, ഇവിടെ സൈഡ് വേസ് ആണ് ഇനി മാർക്കറ്റ് പോകാനാകില്ല. കാരണം നമ്മളെ റേഞ്ചിൻ്റെ പുറത്താണ് ഇപ്പോൾ മാർക്കറ്റ് ഉള്ളത്. സോ വൺസ് ഇത് അകത്തോട്ട് കയറി വന്നാൽ ഇത് എവിടെ വരെ പോകും, എങ്ങോട്ട് പോകും എന്നൊക്കെയുള്ള ഒരു ധാരണ കിട്ടുള്ളൂ. എന്തായാലും ഇത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മൂവ് ഒന്നും അല്ല, ഒരു അൺസർട്ടിനിറ്റി, ആർക്കും ഒന്നും മനസ്സിലാവാതെ എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്ന ഒരു പരിപാടിയാണ് ഇങ്ങനെയുള്ള ഈ ക്യാൻഡിൽസ് നമ്മളോട് പറയുന്നത്. സോ നിഫ്റ്റി പിന്നെയും ഒരു പ്രോപ്പർ മൂവ്മെൻറ്റ് തന്നിട്ടുണ്ട് എന്ന് പറയാം. കാരണം ഇവിടുന്ന് നമ്മുടെ സോൺ കട്ട് ചെയ്ത് ഇറങ്ങിയിട്ട് അത് ബെയറിഷ് ആയിട്ടുണ്ട്. പക്ഷേ ഇവിടെ കംപ്ലീറ്റ്ലി അത് ബെയറിഷ് ആണ് എന്ന് പറയാൻ പറ്റില്ല. ഈ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ലോ ഉണ്ട് ഇവിടെ 19,423 ലെവല്, 19,424 റേഞ്ച്. അതിനെ കട്ട് ചെയ്ത് താഴെ ഇറങ്ങണം. ഇന്ന് അത് ചെയ്തിട്ടില്ല. സോ ഇവിടെ നിന്ന് തിരിച്ചു വരാനും മാർക്കറ്റിന് ഒരു അവസരം ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു പൊരുൾ. ഇനി നമുക്ക് സെൻസെക്സ് നോക്കുകയാണെങ്കിൽ സെൻസെക്സ് ഓൾറെഡി കൺഫേംഡ് ബെയറിഷ് ആണ്.
സോ ഇതിൻ്റെ താഴെ കാണുന്ന ഈ ഒരു ലെവലിലേക്ക് അത് ഇറങ്ങി വരും. 64,338 ഈ മാസം ഇറങ്ങി വരാനുള്ള ഫൈനൽ ടാർഗറ്റ്. ഈ ഒരു ലൈൻസ് വരക്കുമ്പോൾ കഴിഞ്ഞ മാസത്തിൽ ഇവിടെ എങ്ങാണ്ടാണ് നമ്മൾ ഉണ്ടായിരുന്നത് ജൂലൈ 20 കഴിഞ്ഞിട്ട്. ഇത്രയും ഹൈയിൽ നിന്ന് ഈ ലൈൻസ് വരക്കുമ്പോൾ അത് ഫൈനലി ഈ മാർക്കറ്റ് വന്ന് ഇവിടെ എത്തും എന്നുള്ള ഒരു പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ മാർക്കറ്റ് കൃത്യമായിട്ട് ആ ലെവൽസിന് ഓരോ രീതിയിലും റെസ്പെക്റ്റ് ചെയ്ത് താഴോട്ട് ഇറങ്ങി വന്ന് ഇനി ഈ ഫൈനൽ ടാർഗറ്റ് മാസം അവസാനത്തിന് മുമ്പ് ടച്ച് ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ടച്ച് ചെയ്യാതിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. കാരണം ഒത്തിരി ആൾക്കാരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ മാർക്കറ്റിലുണ്ട്. അപ്പം മാർക്കറ്റ് താഴോട്ട് പോയാൽ അവർക്കൊക്കെ ഭയങ്കര ഒരു വിഷമം ഉണ്ടാവും. അപ്പോൾ മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നത് എപ്പോഴും നല്ലൊരു കാര്യമാണ്. എന്തോ ഇൻട്രാഡേ ട്രേഡേഴ്സിന് നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാം, പ്ലസ് ഇൻവെസ്റ്റേഴ്സിന് നല്ല ബെനിഫിറ്റ് കിട്ടുകയും ചെയ്യും ലോങ് ടേമിൽ. എനിവേ ഇവിടെ മിഡ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് ഇപ്പോഴും ഒരു സൈഡ് വൈസ് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഈ ഒരു ഹൈ കട്ട് ചെയ്യണം. ഏതാണെന്ന് പറഞ്ഞാൽ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തിട്ട് മുകളിലോട്ട് കയറണം. അപ്പോൾ മാത്രമേ അതൊരു ബുള്ളിഷ് മൂവ്മെൻ്റ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. അതുവരെയും നമ്മൾ നോക്കി ഇരിക്കുക. കാരണം ഇൻട്രാഡേ ട്രേഡിംഗ് മാത്രമേ ഇതിനകത്ത് ഇനി നടക്കുകയുള്ളൂ. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. അതിൽ ഇപ്പോൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് പ്രത്യേകിച്ച് മൂവ്മെൻ്റ് ഒന്നും കിട്ടില്ല. ഇത്രയാണ് ഇന്നത്തേക്കുള്ള സ്റ്റോറീസ്. അപ്പോൾ തിങ്കളാഴ്ച പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. നിങ്ങളുടെ സംശയങ്ങൾ, ചോദ്യങ്ങൾ, നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുള്ള വിഷയങ്ങൾ ഇതെല്ലാം തന്നെ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും അതിനൊക്കെ കുറിച്ച് ഞാൻ ഓരോ ടോപ്പിക്കിലും ഓരോ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ സഹകരണം ഉറപ്പുവരുത്തുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക. കാരണം സ്റ്റഡി മെറ്റീരിയൽസ് അത്രയും ക്വാളിറ്റി കണ്ടൻറ്റ് ഞാൻ ഡെലിവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് ടോപ്പിക്ക് ഏതൊക്കെയാണ് എന്നുള്ളത് കിട്ടാത്തതേ കുഴപ്പമുള്ളൂ. കാരണം എനിക്കറിയാവുന്ന മുഴുവൻ ടോപ്പിക്ക് ഇവിടെ പറഞ്ഞിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ ഒരു താല്പര്യമില്ലാത്ത വിഷയങ്ങളായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണോ അറിയേണ്ടത് അത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതിനെക്കുറിച്ചായിരിക്കും ഞാൻ ചെയ്യുന്ന വീഡിയോസ്. അതുപോലെ ഈ വീഡിയോയിൽ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിൽ നിങ്ങൾ പറഞ്ഞത് പ്രകാരം ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. എന്നിട്ടും അതിൻ്റെ ഒരു പൂർണ്ണതയിൽ ഇപ്പോഴും എത്തിയിട്ടില്ല. നമുക്ക് സ്റ്റിൽ അത് ഡെവലപ്പ് ചെയ്ത് നല്ല രീതിയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവായിട്ട് കമൻറ്റ് ചെയ്യുക. ഓൾറൈറ്റ്, അപ്പോൾ നല്ലൊരു വാരാന്ത്യം നേരുന്നു. തിങ്കളാഴ്ച പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്.